ഹായ് ഓൾ. അപ്പോൾ നമ്മൾ AWSൻ്റെ അകത്തിരിക്കുന്ന ഡൈനാമോ DB ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൈനാമോ DBക്ക് അകത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ജനറൽ ആയിട്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റും കൂടി പഠിക്കേണ്ടതുണ്ട്. കാരണം ഇത് സ്ട്രോങ് വേഴ്സസ് ഇവൻച്വൽ കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. ഇത് ഡൈനാമോ DBയുടെ കേസിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇതൊരു ജനറൽ കോൺസെപ്റ്റ് കൂടിയാണ്. നമ്മൾ സിസ്റ്റം ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇത് പ്യുവർലി ഒരു തിയറി സെക്ഷനാണ്. പക്ഷേങ്കിൽ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, അതായത് ബേസിക് ആയിട്ടെങ്കിലും ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രോങ് വേഴ്സസ് ഇവൻച്വൽ കൺസിസ്റ്റൻസി എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ ഇത് എന്തുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസി ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത്, അതിൻ്റെ റൂട്ട് കാരണം എന്താണ് എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ നമ്മളുടെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, അതിനൊരു ഡാറ്റാബേസ് ഉണ്ടാവും, ആ ഡാറ്റാബേസുമായിട്ട് ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേങ്കിൽ മോഡേൺ ആയിട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അതിന് കുറേ കൂടി വലിയൊരു കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം ട്രാഫിക് മുമ്പുള്ള അത്ര യൂസേഴ്സ് ആയിരിക്കില്ല, ഭയങ്കരമായിട്ടുള്ള യൂസേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പം ഹൈ ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു സർവർ ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ സിസ്റ്റം ഡൗൺ ആവാതിരിക്കുക, അങ്ങനെയുള്ള ഹൈ അവൈലബിലിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൻ്റെ അകത്തിരിക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. അതായത് US-ലാണ് നമ്മളെ സർവർ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് അകത്ത് നിന്നാണ് നമ്മളുടെ ആപ്ലിക്കേഷനെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ US-ൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് ഡാറ്റ എത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന, ട്രാവൽ ചെയ്ത് വരാനുള്ള ഒരു ടൈം എടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു ലേറ്റൻസി ഉണ്ട്. ഇങ്ങനെയുള്ള പല പല ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മോഡേൺ സിസ്റ്റംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന സിസ്റ്റംസ് ആയിട്ടാണ്. അതായത് പണ്ട് ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റാബേസിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അത് സെയിം കോപ്പീസ് തന്നെയായിരിക്കും. അതായത് ഈ ഡാറ്റാബേസിൻ്റെ അകത്തിരിക്കുന്ന സെയിം ഡാറ്റ തന്നെയായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന അതർ ഡാറ്റാബേസിൻ്റെ അകത്തും ഇരിക്കുന്നത്. അങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസേഴ്സിനെ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ യൂസേഴ്സിനെയും ഒരേ ഡാറ്റാബേസിൻ്റെ അകത്തേക്ക് റൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് യൂസേഴ്സിന് ഇതിൻ്റെ അകത്തേക്കും കുറച്ച് ബിയിലേക്കും കുറച്ച് സിയിലേക്കും കൊടുക്കാം. അപ്പോൾ ഒരു ഡാറ്റാബേസ് വളരെയായിട്ട് ബിസി ആവുന്ന സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ നമുക്ക് ഹൈ ട്രാഫിക് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതായത് ഹൊറിസോണ്ടലി ആണ് ഇവൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവൈലബിലിറ്റി ഇഷ്യൂസും നമുക്ക് കൂട്ടാം. കാരണം ഒരു ഡാറ്റാബേസ് എ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റാബേസ് ബിയും സിയും അവൈലബിൾ ആയിക്കുന്ന അങ്ങോട്ട് റൗട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈ അവൈലബിലിറ്റി ആയിരിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ ഡാറ്റാബേസുകളും നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് റീജിയനിലായിരിക്കും. അപ്പം US-ലിരിക്കുന്ന ഒരു യൂസർ, അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ഇരിക്കുന്ന ഒരു യൂസർ ഈ US-ൽ ഈസ്റ്റിലിരിക്കുന്ന ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിലോട്ടായിരിക്കും റൗട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഡാറ്റ ട്രാവൽ ചെയ്യേണ്ട ദൂരം കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്ന ലേറ്റൻസിയും പെർഫോമൻസും കിട്ടും. അപ്പം ഇതൊക്കെയാണ് മോഡേൺ ആയിട്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം വരുന്ന സമയത്ത് അതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ കൺസിസ്റ്റൻസി ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഡാറ്റ കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു യൂസർ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാബേസ് എ ആയിട്ടാണ് പുള്ളിയുടെ അടുത്തിരിക്കുന്ന ലൊക്കേഷൻ. അങ്ങനെയാണെങ്കിൽ 3 എണ്ണത്തിൻ്റെ അകത്തും റെനീഷ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വാല്യൂ ഉണ്ട്. അപ്പം ഒരു യൂസർ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനെ റെനീഷ് PP എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസിലകത്തേക്കായിരിക്കും അത് അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് യൂസർക്ക് തിരിച്ച് അപ്ഡേറ്റ് സക്സസ്ഫുൾ എന്ന് പറയും. എന്നിട്ട് മോസ്റ്റ് ഓഫ് ദ സിസ്റ്റംസ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഈ ഡാറ്റാബേസിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റേനെ ഇങ്ങോട്ട് അത് എത്രത്തോളം ഡാറ്റാബേസുകൾ ഉണ്ടോ അതിൻ്റെ അകത്തേക്കെല്ലാം സിങ്ക് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റാബേസ് തന്നെ ചെയ്തോളും. അപ്പം ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലേക്ക്, വളരെ മിനിമം ഇരിക്കുന്ന ഒരു ടൈം പീരീഡിലേക്ക് ഇതിൻ്റെ അകത്ത് റെനീഷ് PP എന്ന് പറയുന്ന വാല്യൂവും ഇത് അപ്ഡേറ്റ് ആവാത്ത സിറ്റുവേഷൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് റെനീഷ് എന്ന് പറയുന്ന വാല്യൂ കിട്ടും. കാരണം കുറച്ച് ടൈം എടുക്കുമല്ലോ അല്ലേ, റെപ്ലിക്കേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. വളരെ മില്ലി സെക്കൻഡിൽ ഇരിക്കുന്ന സാധനമായിരിക്കും. പക്ഷേങ്കിൽ അങ്ങനെയുള്ള സമയത്തും കൂടി വേറൊരു യൂസർ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാബേസ് ബിക്ക് അകത്ത് നിന്നാണ് വാല്യൂ എടുക്കുന്നതെങ്കിൽ ഈ യൂസർക്ക് റെനീഷ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. കാരണം
എന്താണ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു മില്ലി സെക്കൻഡിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. കുറച്ച് കഴിയുമ്പം അവൻ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം റെപ്ലിക്കേറ്റ് ചെയ്തോളും. അത് റെപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ സിസ്റ്റം എൻഷുർ ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെങ്കിൽ ആ മില്ലി സെക്കൻഡിൽ ആ റെപ്ലിക്കേറ്റ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ കൺസിസ്റ്റൻസി ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കുറേ യൂസേഴ്സ് ഈ ഡാറ്റാബേസുമായിട്ടും കുറേ യൂസേഴ്സ് ഇതുമായിട്ടായിരിക്കുമല്ലോ അല്ലേ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഡാറ്റാബേസ് എയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യൂസേഴ്സിന് എല്ലായ്പ്പോഴും റേഞ്ച് പി പി എന്ന് പറയുന്ന വാല്യൂം ഈ പറഞ്ഞിരിക്കുന്ന ബിയും സിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് റേഞ്ച് എന്ന് പറയുന്ന വാല്യൂം കിട്ടും. അതായത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡാറ്റ ആയിരിക്കും. ഒരേ എൻറ്റിറ്റി തന്നെയാണ്, പക്ഷെങ്കിൽ ഡിഫറെൻറ്റ് യൂസേഴ്സിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡാറ്റ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ ഡാറ്റ കൺസിസ്റ്റൻസി ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രോങ് കൺസിസ്റ്റൻസി എന്താണ്, ഇവൻച്വൽ കൺസിസ്റ്റൻസി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ കൺസിസ്റ്റൻസി ഇഷ്യൂനെയാണ് നമ്മൾ ഇവൻച്വൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് ഒരു ടെമ്പററി പീരീഡിലേക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഡാറ്റയിൽ കൺസിസ്റ്റൻസി ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ സ്ട്രോങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് നിങ്ങളുടെ സിസ്റ്റം, പക്ഷെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഡാറ്റ കൺസിസ്റ്റൻസി, അതായത് എല്ലായ്പ്പോഴും ഏത് യൂസർ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റേനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കുന്ന ഡാറ്റ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്ട്രോങ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സ്ട്രോങ് കൺസിസ്റ്റൻസി ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് യൂസേഴ്സിന് ഒരേ എൻറ്റിറ്റിയിൽ ഇരിക്കുന്ന ഡിഫറെൻറ്റ് ഡാറ്റ കിട്ടാൻ പാടില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്ട്രോങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അല്ലാത്ത സിസ്റ്റത്തിനെ നമ്മൾ ഇവൻച്വൽ കൺസിസ്റ്റൻസി എന്നും പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇത് ബേസിക്കലി സ്ട്രോങ് കൺസിസ്റ്റൻസ് നമുക്ക് എല്ലായ്പ്പോഴും സ്ട്രോങ് കൺസിസ്റ്റൻസി ആകാം, പക്ഷെ അതിന് കുറേ ഇഷ്യൂസും അവിടെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ അപ്ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതെല്ലാം സിങ്ക് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം വരുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് മൊമെൻറ്റിലേക്ക് ആ പർട്ടിക്കുലർ ഡാറ്റ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനും നമുക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രോങ് കൺസിസ്റ്റൻറ്റ് ഇവൻച്വൽ കൺസിസ്റ്റൻ്റ് ആക്കുന്നതിന് പകരം സ്ട്രോങ് കൺസിസ്റ്റൻ്റ് ആക്കുമ്പം നമുക്ക് ഇതേപോലുള്ള ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ ചില സിറ്റുവേഷൻസിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന ചില ആപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയുള്ള സിസ്റ്റത്തിന് ഇതുപോലെയുള്ള അവൈലബിൾ ആയിരിക്കുക, എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കുക, അങ്ങനെയുള്ളതിനേക്കാളും ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന സാധനം ഡാറ്റ കൺസിസ്റ്റൻസി ആണ് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ സ്ട്രോങ് കൺസിസ്റ്റൻസി ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ആ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം സ്ട്രോങ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണോ അല്ലെങ്കിൽ ഇവൻച്വൽ കൺസിസ്റ്റൻസി മതിയോ എന്നുള്ളത് നമ്മളുടെ ഡാറ്റേനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ക്യാപ് തിയറം പോലുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അല്ലേ, അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സി എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യമാണ്. ക്യാപ് തിയറത്തിൻ്റെ അകത്ത് 2 ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് എല്ലായ്പ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യം ക്യാപ് തിയറത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രോങ് കൺസിസ്റ്റൻസി ഇവൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഏതൊക്കെ സിറ്റുവേഷൻ്റെ അകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ടി വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാ യൂസേഴ്സിനും ഒരേ ഡാറ്റ കാണുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു റിക്വയർമെൻ്റ് ആണ് അവിടെ, അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ, അതായത് നിങ്ങളുടെ എമൗണ്ട്, ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട്, എത്ര എമൗണ്ട്, അങ്ങനെയുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ, ഡിഫറെൻറ്റ് യൂസേഴ്സിന് ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ആപ്ലിക്കേഷനെ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ബാധിക്കും. അപ്പോൾ ബാങ്കിങ് ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതെല്ലായ്പ്പോഴും സ്ട്രോങ് കൺസിസ്റ്റൻസി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം. ടിക്കറ്റ് ബുക്കിംഗ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതിയാവും, അല്ലേ? അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡബിൾ ബുക്കിംഗ് പോലെയുള്ള സാധനങ്ങൾ വരാൻ പറ്റും. സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള ഇഷ്യൂസ് വരും. കൺസിസ്റ്റൻസി ഇഷ്യൂസ് ഒരിക്കലും അവിടെ അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ നമ്മൾ ആ സിസ്റ്റം സ്ട്രോങ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇവൻച്വൽ കൺസിസ്റ്റൻസി ഓക്കെ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ലൈക്കിൻ്റെ കൗണ്ടൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരു യൂസർ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ 10 ലൈക്ക് കണ്ടു, വേറൊരു യൂസർ 11 ലൈക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെയാണ്. ലേറ്റർ അത് സിങ്ക് ചെയ്യും. അപ്പോൾ ഒരു ചെറിയൊരു മൊമെൻറ്റിലേക്ക് അത് 10ഉം 11ഉം കൊണ്ട് കഴിഞ്ഞ്
കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും അവിടെ ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡാറ്റ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്കെ ആയിരിക്കുന്ന സിസ്റ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള സാധനത്തിന് നമുക്ക് ഇവൻച്വൽ കൺസിസ്റ്റൻസി കൊടുത്താൽ മതി. ഇവൻച്വൽ കൺസിസ്റ്റൻസി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവൈലബിലിറ്റി കൂട്ടാൻ പറ്റും. അത് ഒരു ഇങ്ങനെയുള്ള സാധനങ്ങൾക്കകത്ത് അവൈലബിലിറ്റിയുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും സ്ട്രോങ് കൺസിസ്റ്റന്റ് ആകുന്ന സമയത്ത്. പക്ഷെങ്കിൽ ഇവിടെ ഡാറ്റ കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ കൂടി അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ബോത്തിലും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് DynamoDB എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് നിർത്താം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.